ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോൾ സ്കെയിൽ ഫുഡ് സ്റ്റഫ് ബിസിനസിന്റെ പാക്കിംഗ് സെഷനിലേക്ക് ഏതൊക്കെ മെഷീൻസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യേണ്ടത്? ഏറെ സാധ്യതകളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫുഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു ചെറുകിട സംരംഭകന് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും നല്ലൊരു ലാഭത്തിലേക്ക് എത്താനും സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ലോകരാജ്യങ്ങളിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങളുടെ ഒരു ആശയം ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന്. രണ്ടാമത്തത് ഈ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾ നടത്തുക. എങ്ങനെയാണ് ഇത് സെല്ല് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. മൂന്നാമത്തത്, നിങ്ങൾ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ കോമ്പറ്റീഷനിലേക്കാണ് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അവരെങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക. അവരോടൊപ്പം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രൊഡക്ഷൻ സജ്ജമായില്ല എങ്കിൽ സാമ്പിൾ ഓർഡറുകളായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക. നാലാമത്തത്, നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തിച്ചേരേണ്ട ടാർഗറ്റ് ക്ലയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ടാർഗറ്റ് ചെയ്ത കസ്റ്റമറിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ എത്താനായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് പാക്കേജിംഗ് ആണ്. സോ പാക്കേജിംഗ് ഒരു വലിയ റോളാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ നല്ലൊരു പാക്കേജിംഗ് വഴിയാണ്. ഈ പാക്കേജിംഗ് നിങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ്. നിങ്ങൾ എന്ത് മെസ്സേജാണോ നിങ്ങളുടെ ക്ലയൻറ്റിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് പാക്കേജിംഗ് വഴി ക്ലയൻറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. സോ ഈ ഒരു പാക്കേജിംഗ് മെഷീനറി രംഗത്ത് നിങ്ങൾക്ക് ഒരു പുതിയ സംരംഭകന് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷീൻസ് ആവശ്യമാണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യമായി തന്നെ സീലിംഗ് മെഷീൻസാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് റേഞ്ചിൽ 100 പാക്കറ്റ് ഒരു ദിവസം നിങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സീലിംഗ് മെഷീൻസ് ചൂസ് ചെയ്യാം. ഹാൻഡ് ഓപ്പറേറ്റഡ് സീലിംഗ് മെഷീൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. അത് ഒരു 200 mm തൊട്ട് 1000 mm വരെയുള്ള സീലിംഗ് മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്. 1.6 mm സീലിംഗ് വിഡ്ത്ത് തൊട്ട് ഒരു 5 mm സീലിംഗ് വിഡ്ത്ത് വരെയുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. 1200 രൂപ മുതൽ മുകളിലേക്ക് ഈ മെഷീൻസ് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങളുടെ പാക്കിംഗ് റിക്വയർമെൻറ്റ് 100 to 500 നമ്പേഴ്സാണ് ഒരു ദിവസം നിങ്ങൾ പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സീലിംഗ് മെഷീൻസിൽ തന്നെ പെഡൽ ഓപ്പറേറ്റഡ് മെഷീൻസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു കവറിൽ ഫില്ല് ചെയ്യാം, കാലുപയോഗിച്ച് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം, കൈ ഉപയോഗിച്ച് സീലിംഗ് കവർ മെഷീനിലേക്ക് കടത്തിവിടാം. അങ്ങനെ നമുക്ക് നല്ലൊരു സീലിംഗ് കിട്ടാം. ഒരു 10,000 രൂപ മുകളിലേക്ക് പല സൈസിലുള്ള സീലിംഗ് മെഷീൻസ്, പെഡൽ ഓപ്പറേറ്റഡ് സീലിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് റേഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പാക്കിംഗ് റിക്വയർമെൻറ്റ് ഒരു 500 പാക്കറ്റ്സ് ആണ് പെർ ഡേ എങ്കിൽ നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീൻസിലേക്ക് പോകാം. സെമി ഓട്ടോമാറ്റിക് മെഷീൻസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ബാൻഡ് സീലർ മെഷീൻസ്. 10 mm സീലിംഗ് വിഡ്ത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് കവേഴ്സ്, നിങ്ങൾക്ക് പെറ്റ് കവേഴ്സ് ആണെങ്കിലും LD കവേഴ്സ് ആണെങ്കിലും ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സീൽ ചെയ്യാവുന്നതാണ്. 1 മിനിറ്റിൽ 10 to 15 കവേഴ്സ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലേബറും നമുക്ക് അതിനകത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതല്ല, നിങ്ങളുടെ പ്രോഡക്റ്റ് കാറ്റഗറി വരുമ്പോൾ ഇതിൽ കൂടുതൽ റിക്വയർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് FFS മെഷീനിലേക്കോ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസിലേക്ക് പോകണം. പിന്നെ അടുത്തൊരു റിക്വയർമെൻറ്റ്, നിങ്ങളുടെ ഒരു പുതിയ സംരംഭകന് വേണ്ട ഒരു കാറ്റഗറി ഓഫ് മെഷീൻസ് ആണ് കോഡിംഗ് മെഷീൻസ്. നമ്മുടെ FFSAI റിക്വയർമെൻറ്റ് ലോ പ്രകാരം എല്ലാ ഫുഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫുഡ് പാക്കറ്റുകളിലും ലേബിൾസ് വേണം. അതായത് നമ്മളുടെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് നമുക്ക് ഫുൾഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്ന മെഷീനറീസാണ് കോഡിംഗ് മെഷീൻസ്. ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് TIJ പ്രിൻറ്റേഴ്സാണ്. മാനുവൽ മെഷീൻ തൊട്ടിട്ട് ഈ TIJ പ്രിൻറ്റേഴ്സ് വരെയുള്ള റേഞ്ചിലുള്ള ഹാൻഡ് ഹെൽഡ് മെഷീൻസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ആ മെഷീൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കോഡിംഗ് റിക്വയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാനാണ്. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭകന് മസ്റ്റായിട്ടൊരു സീലിംഗ് മെഷീൻ ആവശ്യമാണ്. അതോടൊപ്പം ബാച്ച് കോഡിംഗ് ആൻഡ് ബാർ കോഡിംഗ് ചെയ്യുന്ന ഒരു മെഷീൻസും ആവശ്യമാണ്.